കാലിക്കറ്റ് സർവകലാശാല സെനറ്റ് യോഗത്തിനെത്തിയ ഗവർണറുടെ നോമിനികളെ SFI പ്രവർത്തകർ തടഞ്ഞു. ഇതേ തുടർന്ന് സ്ഥലത്ത് സംഘർഷമുണ്ടായി. പോലീസ് SFI പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കി. സെനറ്റ് യോഗത്തിനെത്തിയ ബാലൻ പുതേരി അടക്കം ഗവർണറുടെ 9 നോമിനികളെയാണ് ഗേറ്റിന് പുറത്ത് തടഞ്ഞത്. പുതുതായി സർവകലാശാല സെനറ്റിലേക്ക് 18 പേരെയാണ് നോമിനേറ്റ് ചെയ്തിരുന്നത്. സംഘപരിവാർ ബന്ധം ആരോപിച്ചും ഗവർണർ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കുന്നുവെന്നും കുറ്റപ്പെടുത്തിയുമാണ് SFIയുടെ ഈ നടപടി. CPM, ലീഗ്, കോൺഗ്രസ് നോമിനികളെ പ്രവേശിപ്പിക്കുകയും ചെയ്തു. രാവിലെ 8:45ഓടെയാണ് SFI പ്രതിഷേധം ആരംഭിച്ചത്. സെനറ്റ് യോഗത്തിനെത്തിയ അംഗങ്ങളെ പേരും മറ്റു വിവരങ്ങളും ചോദിച്ചാണ് SFI പ്രവേശിപ്പിച്ചത്. ഗേറ്റിന്റെ നിയന്ത്രണവും SFI ഏറ്റെടുത്തിരുന്നു. അതിനിടെ സെനറ്റ് ഹാളിന് പുറത്ത് 2 കവാടങ്ങളിലുമായി SFI പ്രവർത്തകർ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. ഇതിനിടെ സെനറ്റ് യോഗം 5 മിനിറ്റ് കൊണ്ട് പിരിഞ്ഞു. സെനറ്റ് യോഗത്തിൽ കയ്യാങ്കളി ആരോപണത്തെ തുടർന്നാണ് വേഗത്തിൽ പിരിഞ്ഞത്. ആകെ 5 അജണ്ടകളാണ് ഉണ്ടായിരുന്നത്. വിദ്യാർത്ഥി അംഗങ്ങളും പ്രതിഷേധം കണക്കിലെടുക്കാതെ അജണ്ടകൾ കൈയടിച്ച് പാസാക്കിയെന്ന് UDF അംഗങ്ങൾ പരാതിപ്പെട്ടു.